ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഖനാ ഭവതൗ സഖനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും സാദര നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ധർമ്മത്തെക്കുറിച്ചായിരുന്നു. സനാതനധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചായിരുന്നു. ധർമ്മത്തിന് 4 ലക്ഷണങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. വേദം, സ്മൃതി, സദാചാരം, സ്വസ്യജ പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷണം. ഇതാണ് ധർമ്മത്തിൻ്റെ ലക്ഷണമായി കണ്ടത്. അതിൽ വേദത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അടുത്തത് സ്മൃതിയാണ്. നമുക്ക് അനേകം സ്മൃതികളുണ്ട്. വേദത്തിനൊരു പേരുണ്ട്, ശ്രുതി. അപ്പോൾ ശ്രുതി പ്രമാണമായ തത്വങ്ങൾ കാലങ്ങൾ കടന്നു വരവേ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം കുറഞ്ഞു വരുന്നതിനനുസൃതമായി അവന് ഈ വേദതത്വങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി നഷ്ടപ്പെട്ടപ്പോൾ വേദതത്വങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നീട് അല്പം കൂടി ലളിതമായി രചിക്കപ്പെട്ട കൃതികളാണ് സ്മൃതികൾ. അപ്പോൾ മനുസ്മൃതി, നാരദസ്മൃതി, പരാശരസ്മൃതി, പരശുരാമസ്മൃതി, അനേകം സ്മൃതികളുണ്ട്. സ്മൃതി എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. അഥവാ താൻ പഠിച്ച കാര്യങ്ങൾ വേണ്ടവരുടെ മുമ്പിൽ വേണ്ട വിധത്തിൽ പ്രയോഗിക്കുവാനുള്ള ആ കഴിവിനാണ് സ്മൃതി എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടെ അടുത്തതാണ് സദാചാരം. സത് ആചാരം, നല്ല ആചാരങ്ങൾ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആചാരങ്ങൾ നമുക്കുണ്ട്. ആചാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ആജിനോദിഹി ശാസ്ത്രാണി ഇതി ആചാരഃ. ശാസ്ത്രം നിത്യജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനെയാണ് ആചാരം എന്ന് പറയുന്നത്. അപ്പോൾ ആചാര്യനോ? ആജിനോധികി ശാസ്ത്രാർത്ഥാൻ ആചാരോ സ്ഥാപയിത്യപി സ്വയം ആചരതേയശ്ച തമാചാര്യം പ്രചക്ഷതേ. എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും, അഥവാ വേദാംഗങ്ങളെന്നറിയപ്പെടുന്ന 6 ശാസ്ത്രങ്ങളുണ്ട് നമുക്ക്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ജ്യോതിഷം, കൽപ്പം, നിരുക്തം, ശിക്ഷ, വ്യാകരണം, ഛന്ദസ്. ഈ 6 ശാസ്ത്രങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവൻ. ആചാരോ സ്ഥാപയിത്യപി, മറ്റുള്ളവർക്ക് ആചാരങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നവൻ. തീർന്നില്ല, സ്വയം ആചരതേയശ്ച, തൻ്റെ ജീവിതത്തിൽ ആചാരം അനുഷ്ഠാനമാക്കിയിട്ടുള്ളവൻ. അങ്ങനെയുള്ളവരെയാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സദാചാരം, നല്ല ആചാരങ്ങൾ ധർമ്മത്തിൻ്റെ ലക്ഷണമാണ്.
ധർമ്മം തന്നെ എന്താണ്? ആചരിക്കുവാനുള്ളതാണ്. ആചാരാത് പ്രഭവാത് ധർമ്മ എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അടുത്തതാണ്, നാലാമത്തേതാണ് സ്വസ്യജ പ്രിയമാത്മന. തൻ്റെ ഉള്ളിലുള്ള ആത്മതത്വം തന്നെയാണ് മറ്റുള്ള എല്ലാവരിലും മറ്റുള്ള എല്ലാത്തിലും കുടികൊള്ളുന്നത് എന്ന് അനുഭവവേദ്യ അറിയൽ. അവിടെയാണ് ഒരേ ഒരു സത്ത മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആത്മതത്വം. അത് തന്നെയാണ് ബ്രഹ്മതത്വം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ ചൈതന്യത്തിന് നമ്മൾ പറയുന്ന പേരുണ്ട് പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ ഭാഗമാണ് ജീവാത്മസ്വരൂപങ്ങളായി എല്ലാവരിലും എല്ലാത്തിലും കുടികൊള്ളുന്നത്. അപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യമാണ് എല്ലാത്തിലും എല്ലാവരിലും കുടികൊള്ളുന്നതെന്നറിയുമ്പോൾ സ്വാഭാവികമായും താൻ തന്നെയാണ് എല്ലാം എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിക്കുണ്ടാവണം. അതുകൊണ്ടാണ് നീതിസാരത്തിൽ പറയുന്നുണ്ട്, ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വാ ചൈവ വിചാര്യതാം ആത്മന പ്രതികൂലാനി പരേക്ഷാന വിചാരയൻ. ധർമാധർമ്മങ്ങളെല്ലാം കേൾക്കണം, അതിനെ ബുദ്ധി കൊണ്ട് വിചാരിക്കണം. എന്നിട്ട് ആത്മാവിന് ഗുണവിരോധമായ കാര്യങ്ങൾ ആരോടും ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ ധർമ്മത്തിൻ്റെ ലക്ഷണമായി കാണുന്നതും. അപ്പോൾ ഈ രഹസ്യമാണ്, ഈ വേദരഹസ്യമാണ് യുഗപ്രഭാവനായ ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ കൃതിയായ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം. അതുകൊണ്ടാണല്ലോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അവൻ ഇവനാണ്, മറ്റൊരാൾ ഞാൻ തന്നെയാണ് എന്ന് അറിയുമ്പോൾ ഈ അവനിയിൽ, അതായത് ഈ ഭൂമിയിൽ ഒരൊറ്റ ആത്മതത്വം മാത്രമേ ഉള്ളൂ. അതാണ് സാക്ഷാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ പരമാത്മ ചൈതന്യവും അതിൻ്റെ ഭാഗമായ ജീവാത്മസ്വരൂപങ്ങളും. അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ, ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്ന എല്ലാം അപരന് സുഖത്തിനായി വരണം, മറ്റൊരാൾക്ക് സുഖത്തിനായി വരണം. അത് അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചു. ഒരുവന് നല്ലതും അന്യൻ അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയാണ്. ഒരുവന് നല്ലത് അത് അന്യന് അല്ലലുണ്ടാക്കുന്നതാണെങ്കിൽ, അതായത് ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിൽ ആ കർമ്മം ആത്മവിരോധിയാണ്. ഒരു കാരണവശാലും ആരോടും അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട രഹസ്യം. നമ്മളൊക്കെ ഈ സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കേണ്ടവരാണ്. എല്ലാവരെയും നമ്മെപ്പോലെ തന്നെ കണ്ട് ആ ഭാവത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇതാണ് ധർമ്മത്തിൻ്റെ ലക്ഷണമായി, 4 ലക്ഷണങ്ങളായി കാണുന്നത്. ഏതൊക്കെയാണ്? വേദം, സ്മൃതി, സദാചാര, സ്വസ്യജ പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷണം എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഈ രഹസ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അറിയുവാനും അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും നമുക്ക് കഴിയണം. അതിനായി ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ എല്ലാവിധ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ അത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും വരുന്ന ഓരോ ഭാഗങ്ങളും കാണാൻ നമുക്ക് കഴിയണം. അതിനായി ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നമസ്തേ.